ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കയറും കൊണ്ട് തന്നെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു ഫ്രിക്ഷൻ സേവർ ഉണ്ടാക്കാൻ പറ്റും. അതായത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് കുമ്പം കൂടെ പോവുകയല്ല അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനത്തെ സേഫ്റ്റി ആയിട്ട് ചെല്ലേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് ഒരു കയറ് മതി. ഇപ്പം നമുക്ക് എല്ലാവരും പ്ലാസ്റ്റിക്കിൻ്റെ കയറ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഫ്രിക്ഷൻ സേവർ റെഡിയാക്കാന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഏകദേശം അതവിടെ കേട്ടോ. ഇത് ഏകദേശം ഒരു ഇത്ര നിങ്ങൾ എടുക്കുക, ഇത്ര നീട്ടാം. ഓക്കെ, എന്നിട്ട് ഇതേമാതിരി നോക്കിക്കോട്ടോ, കെട്ട് നോക്കിക്കോട്ടോ. ഇതങ്ങനെ ഒന്ന് പിന്നെ ഇങ്ങനെ ഒന്ന്. ഓക്കെ, ഇനി ഒന്ന് കെട്ടിക്കോട്ടെ. ഇങ്ങനെ ഒന്നല്ലേ? ആ, ഇനി അപ്പുറത്തേക്ക് അങ്ങനല്ല, തിരിച്ച്. ആ തന്നെ. ഓക്കെ, ഞാൻ ഉക്ക് കൊടുത്ത്. ഓക്കെ, ടൈറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു തല ഉണ്ടോ, ഈ ഒരു തലയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം. ഈ റോപ്പിലേക്ക് എടുത്തിട്ട് ഇത് ഒരു വിരലെന്തെങ്കിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം ഇടണം. 2 ചിറ്റിന് ഇത്ര എടുക്കുക. എന്നിട്ട് 1 2, എന്നിട്ട് ബാക്കിയുള്ള ചിറ്റ് നേരെ സാധാ ചിറ്റ ചെറുതാക്കിയിട്ട്. ഓക്കെ, അത് നമ്മൾ ഈ കയറെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ 2 പിരിയുണ്ടോ, ഒരു മിനിറ്റ്, ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇത് ലേസം ഒരു മിനിറ്റ്. ഇപ്പോൾ ഒരു ഇത്ര കയറ് നമ്മൾ അധികം എടുക്കുക. എന്നിട്ട് ഈ കയറുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ നമ്മുടെ ഈ ഒരു മറ്റേ തല ഉണ്ടല്ലോ, ഈ തലയിൽ ഇതേമാതിരി നമ്മൾ എടുത്തിട്ട് 2 ചിറ്റ് വലുതാക്കിയിട്ട് ചിറ്റ് ഇടുക. അതിൻ്റെ ഉള്ളിൽ വിരലെന്തെങ്കിലും വെച്ചാലും മതി. ഇങ്ങനെ ഒരു വിരലെന്തെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് 1 2 പിന്നെ ഉള്ളത് നേരെ ഈ റോപ്പ് മിൽക്ക് ചുറ്റുക. സാധാ മിൽക്ക് തന്നെ ടൈറ്റ് ചെയ്ത് ചുറ്റുക. ഓക്കെ, കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാലേ? ആ, ഓക്കെ. ഇത് കൈ എടുക്കേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ ചിറ്റിയതിന് ശേഷം ഇത് ശ്രദ്ധിക്കണം. ഈ റോപ്പ് ഉണ്ട്, ഈ തല ഇങ്ങനെ തല ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഈ നമ്മൾ 2 വിരലിട്ട ഈ ഗ്യാപ്പ് ഉണ്ടോ, ഈ ഗ്യാപ്പ് കൂടെ നമ്മൾ നേരെ മേലേക്ക്. ഓക്കെ, ഇത് നമ്മൾ നേരെ ടൈറ്റ് ചെയ്യണം. ഇതേമാതിരി ഉണ്ടാവും. എന്നിട്ട് ഈ തലക്കിൽ വെറുതെ ജസ്റ്റ് ഒരു കെട്ടിങ്ങനെ ഇടുക. അത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഒന്ന് കെട്ടിയേക്ക്. നേരെ ടൈറ്റ് ഇതിങ്ങനെ തിരിച്ച് തന്നെ ടൈറ്റ് ചെയ്യാം. അതേമാതിരി വേണ്ട, കാരണം 4 പിരിയുന്നു. ഓക്കെ, ഈ തലക്കിൽ വെറുതെ കെട്ടി. എന്തിനാ വെച്ചാൽ ഊരി പോകാതിരിക്കാനാണ്. ഓക്കെ, ഈ സാധനം എടുത്ത് ടൈറ്റ് ചെയ്യാം. ഇത് ഓക്കെ, ടൈറ്റ് ആയിട്ട് ഒന്ന് എടുത്തേക്കും. ഓക്കെ, നിൽക്കല്ലേ, ലൂസ് ചെയ്യാം, ടൈറ്റ് ചെയ്യാം. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ റോപ്പ് ഉണ്ടോ, ഇതിൻ്റെ ലെങ്ത്ത് നോക്കുക. ഇപ്പോൾ കയ്യെത്തണ ദൂരമാണോ, അല്ല കുറച്ച് ഇതാക്കണ്ടേ? അങ്ങനെയല്ല. അപ്പോൾ ഈ കെട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ നോക്കണം. നമുക്കൊരു ആവശ്യമുള്ള കെട്ടിലേക്ക് ആക്കുക. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു പണി എന്താണെന്ന് വെച്ചാൽ വിടും ഈസി. നമ്മൾ ടൈറ്റ് ചെയ്തിരുന്നു പറഞ്ഞു കുറച്ചൊന്ന് പറഞ്ഞു മുമ്പിലേക്ക് വരും. ഇത്ര മതിയല്ലേ? പറ്റും, അതായാലും മതിയല്ലേ? അതിൽ കൊടുത്താൽ മതി. ഈ കെട്ടുമ്പോൾ കെട്ടുമ്പോൾ മഞ്ഞ് കെട്ടുമ്പോൾ. ഓക്കെ, കയ്യത്തല്ലേ, കറക്റ്റല്ലേ? അടുപ്പിക്കാം. ഇതൊന്ന് വെറുതെ അടുപ്പിക്കണം, വെറുതെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇത് മേലേക്ക് കയറുകയെന്ന് വെച്ചാൽ ഇരുമ്പ് പിടിക്കുക. ഈ കയറുണ്ടല്ലോ, ഇരുമ്പ് പിടിച്ചിട്ടാണ് തള്ളിയാൽ മതി. അതല്ലേ? ഓക്കെ, ഇറങ്ങണ സമയത്ത് അങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. ഇതെന്ന് വെച്ചാൽ ചില സന്ദർഭങ്ങളും ഇവിടെ അടുത്തുള്ള ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അയറാവുകയെന്ന് വെച്ചാൽ പോളിസ്റ്റർ മേമ്പോ അല്ല നൈലോൺ മേമ്പോ ഒന്നുകൂടി സുഖമാണ്. പ്ലാസ്റ്റിക്കിൻ്റെയും കുഴപ്പമില്ല, സുഖമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് പറയാം, അവിടെ നിന്ന് വെറുതെ ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സിഗ്സാഗിൻ്റെ അതേമാതിരി ഒന്നുമില്ല, തൽക്കാലം നമുക്ക് സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാനാണ്. അപ്പോൾ
അപ്പോൾ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. കാരണം റോപ്പ് ഉണ്ടാവില്ല, ഇപ്പോൾ ഓൾറെഡി റോപ്പ് ഉണ്ടാവും. പ്ലാസ്റ്റിക് റോപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി ടാസ്ക് ഉണ്ടാവും. ഇതാകുമ്പോൾ ഒന്നും കൂടി സുഖമാണ്. സിക്സാക്ക് മറ്റുള്ള സാധനം ഒന്നും കൂടി സുഖമാണ്. ഇത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. ഓക്കെ, അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി ഓക്കെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോരും. ഇവിടുന്ന് ഇങ്ങനെ ഇട്ട് വേണം. ഇതിപ്പോൾ എന്താണെന്ന് പറയുക, അതൊരു ഡെമോ ആണ്. ഇത് എല്ലാവർക്കും അറിയാം. നമ്മുടെ അടുത്തുള്ള കയറും സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് ചില സന്ദർഭങ്ങളിലുള്ള സേഫ്റ്റി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ചെറിയ ഡെമോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.